ഹലോ എവ്രി വൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്ഷൻ പ്രൈസിങ് മോഡൽസിലുള്ള മറ്റൊരു മോഡലായിട്ടുള്ള ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിങ് മോഡൽ അഥവാ BOPM എന്നുള്ളൊരു മോഡലാണ്. ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിങ് മോഡൽ അഥവാ BOPM. ഇത് 1979 കോക്സ്, റോസ്, റുബിൻസ്റ്റെയിൻ എന്നുള്ള 3 വ്യക്തികളാണ് ഈ ഒരു മോഡൽ പ്രപ്പോസ് ചെയ്യുന്നത്. ഇത് ഒരു അനലിറ്റിക്കൽ മോഡലല്ല, ഒരു ന്യൂമറിക്കൽ ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ഇതിന് ഈ പേര് വരുന്നതിന് റീസൺ ബൈനോമിയൽ എന്ന് പറഞ്ഞ ആ പേര് ഇറ്റ് കംസ് ഫ്രം ദ ടേം ബൈനറി വിച്ച് മീൻസ് ടു. അതായത് എനി ഗിവൺ ടൈം സ്റ്റോക്കിന് ഒന്നെങ്കിൽ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് വെച്ച് കൂടാനോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് വെച്ച് കുറയാനോ മാത്രമാണ് സാധ്യത എന്നൊരു അസംഷൻ്റെ ബേസിസിലാണ് ഇതിനെ ഈ ബൈനോമിയൽ എന്നുള്ള അല്ലെങ്കിൽ ബൈനറി അല്ലെങ്കിൽ ബൈനോമിയൽ 2 മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ള മീനിങ്ങിലാണ് ആ ഒരു പേര് വരുന്നത്. ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് ടൈം മോഡൽ. ഡിസ്ക്രീറ്റ് ടൈം മോഡൽ എന്തുകൊണ്ടാണ് ഡിസ്ക്രീറ്റ് ടൈം മോഡൽ എന്ന് വിളിക്കുന്നത് വെച്ചാൽ, ഇതിൽ സ്റ്റോക്ക് പ്രൈസുകളിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഓപ്ഷൻ്റെ ഒരു ടൈം പീരീഡിനെ എൻറ്റയർ ഒരു ടൈം പീരീഡിനെ ചെറിയ ടൈം പീരീഡുകളായിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൽ T എന്നുള്ള വാല്യൂ 0, 1, 2, 3 അങ്ങനെ പോകുന്നു. അതുകൊണ്ടാണ് ഡിസ്ക്രീറ്റ് ടൈം മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഹിയർ ടൈം ഇസ് ഡിഫറൻഷിയേറ്റഡ് ഓർ ഡിവൈഡഡ് ഇൻറ്റു discrete time points or discrete points. ഇനി ഇതിൽ അസംഷൻസ് നമുക്ക് എടുത്ത് നോക്കാം. അസംഷൻസ് ഇതിൽ ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ സ്റ്റോക്ക് പ്രൈസിന് ആകെ 2 മൂവ്മെൻ്റ് ഉള്ളൂ. ഒന്ന് അപ്പ്, 2 ഡൗൺ. ആൻഡ് ഇത് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള പേഴ്സൻറ്റേജിൽ മാത്രമാണ് ഈ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് അറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈം എന്ന് പറയുന്നത്. അതായത് ഈ ടൈം പോയിൻറ്റുകളിൽ ഏതെങ്കിലും എണ്ണത്തിലാണെങ്കിൽ ഈ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റുകൾ മാത്രമാണ് ഒരു സ്റ്റോക്ക് പ്രൈസിന് ഉണ്ടാവുക. അതിൽ സോ ബേസിക്കലി ഇറ്റ് മീൻസ് ദ സ്റ്റോക്ക് പ്രൈസ് മൂവ്മെൻറ്റ്സ് ആർ ബൈനോമിയൽ ഇൻ നേച്ചർ എന്നാണ് അസംഷൻ. അതിൽ ആ പേര് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇതിൻ്റെ അസംഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ഫ്രിക്ഷൻ ഇല്ല. ദർ ഇസ് നോ മാർക്കറ്റ് ഫ്രിക്ഷൻ. മാർക്കറ്റ് ഫ്രിക്ഷൻ ഇല്ല എന്ന് പറയണമെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷൻ കോസ്റ്റ്, അതേപോലെ തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റുകളില്ല. അതേപോലെ തന്നെ ഷോർട്ട് സെയിലിൻ്റെ മുകളിൽ സാധാരണ റെസ്ട്രിക്ഷൻ വരാറുണ്ട്. അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് യാതൊന്നുമില്ല. ടാക്സുകളില്ല. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആബ്സെൻസിനാണ് നമ്മൾ നോ മാർക്കറ്റ് ഫ്രിക്ഷൻ. കാരണം ഇതൊക്കെ മാർക്കറ്റ് ഫ്രിക്ഷൻ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. മൂന്നാമത്തെ അസംഷൻ മാർക്കറ്റ് കോമ്പറ്റീറ്റീവ് ആണ്. മാർക്കറ്റ് കോമ്പറ്റീറ്റീവ് ആണ്. അതേപോലെ തന്നെ കൗണ്ടർ പാർട്ടി റിസ്ക് ഇല്ല. ദർ ഈസ് നോ കൗണ്ടർ പാർട്ടി റിസ്ക്, എസ്പെഷ്യലി നമ്മളിവിടെ പറയുന്നത് ഓപ്ഷൻസിൻ്റെ കേസിൽ. ഇനി നാലാമത്തതിൽ ദർ ഇസ് സംതിങ് കോൾഡ് റിസ്ക് ന്യൂട്രാലിറ്റി. റിസ്ക് ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന് ഹൈ റിസ്ക്, ലോ റിസ്ക് എന്നുള്ള ഒരു വ്യതിയാനം അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പെർസെപ്ഷൻ ഇല്ല. അവർക്ക് ഹൈ റിസ്ക് ആണെങ്കിലും ലോ റിസ്ക് ആണെങ്കിലും ഇറ്റ് ഈസ് ഓൾ ദ സെയിം ടു ദം. ഇൻഡിഫറൻറ്റ് മെൻറ്റാലിറ്റി എന്നാണ് ഇൻഡിഫറൻറ്റ് റിസ്ക് മെൻറ്റാലിറ്റി എന്ന്, ഇൻഡിഫറൻറ്റ് ഇൻവെസ്റ്റർ റിസ്ക് മെൻറ്റാലിറ്റി എന്നൊക്കെ ഇതിനെ പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളാണിത്. നമുക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റുകളോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് കാണുമ്പോൾ തോന്നും. പക്ഷേ ഇത് അത്രയും കോംപ്ലക്സിറ്റി ഒന്നും ഇല്ല ശരിക്കും. ഇതിലാകെ 3 സ്റ്റെപ്പുകളേ ഉള്ളൂ. ഒന്നാമത്തെ സ്റ്റെപ്പ്
എന്ന് പറയുന്നതാണ് ബൈനോമിയൽ ട്രീ ജനറേഷൻ എന്ന് പറയും. ഈ സ്റ്റെപ്പ് ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് പറയുമെങ്കിലും ഈ സ്റ്റെപ്പ് ബാക്കി ഈ സെക്കൻഡ് തേർഡ് സ്റ്റെപ്പിലും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇതിനൊപ്പം ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് 2-3 സ്റ്റെപ്പ് ഓപ്ഷൻ വാല്യൂസ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഓപ്ഷൻ വാല്യൂ കണ്ടെത്തുക. ഓപ്ഷൻ വാല്യൂ കണ്ടെത്തുന്നത് നമ്മൾ ട്രീ വരയ്ക്കുന്ന എങ്ങനെയാണ് കാണിച്ചു തരാം. ട്രീ വരയ്ക്കുന്ന ഫോർവേഡ് ആണെങ്കിൽ ഓപ്ഷൻ വാല്യൂസ് കണ്ടെത്തുന്നത് ബാക്ക്വേർഡ്സ് ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഫൈനൽ നോഡുകൾ എന്ന് പറയും. ഈ നോഡ് എന്താണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ തന്നെ പറയാം. അതേപോലെ തന്നെ ഫൈനൽ നോഡുകൾ, ഈച്ച് ഫൈനൽ നോഡ്സിലുള്ള ഓപ്ഷൻ വാല്യൂസ് കണ്ടെത്തുക. അത് കഴിഞ്ഞ് അതിന് തൊട്ട് മുമ്പുള്ള പ്രിസീഡിങ് നോട്ട്സിൽ ഓപ്ഷൻ വാല്യൂ കണ്ടെത്തുക. എന്നിട്ട് അത് ബൈനോമിയൽ ട്രീയിൽ ആ വാല്യൂസ് എഴുതുക. ഇത്രയും 3 സ്റ്റെപ്പുകൾ മാത്രമേ ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിംഗ് മോഡൽ അഥവാ BOPMൽ വരുന്നുള്ളൂ. നമുക്ക് ഈ ബൈനോമിയൽ ട്രീ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ബൈനോമിയൽ ട്രീ പ്രധാനമായിട്ടും 2 ടൈപ്പാണ് പറയുക. ഒന്ന് സിംഗിൾ പീരീഡ്, മറ്റൊന്ന് മൾട്ടി പീരീഡ്. ബൈനോമിയൽ ട്രീ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മിക്കവാറും എല്ലാവരും ഒരു സ്ക്വയറാണ് വരയ്ക്കുക. സ്ക്വയർ വരയ്ക്കുന്നതിനേക്കാളും ഇത് കുറച്ചും കൂടി താഴേക്ക് നീട്ടി വരയ്ക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. കാരണം നമുക്ക് ഇതിൻ്റെ പേരെഴുതാനുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ഓരോ പോയിന്റിലുള്ള സ്റ്റോക്ക് പ്രൈസ് എഴുതാനുണ്ട്, എക്സ്പെക്റ്റഡ് ഓപ്ഷൻ വാല്യൂ കാൽക്കുലേറ്റ്, 3 വാല്യൂസ് എഴുതാനുള്ളൊരു ഗ്യാപ്പ് ഇട്ടിരിക്കുക. സിംഗിൾ പീരീഡ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു പോയിൻ്റ് ഓഫ് ടൈം ആണ്, t=0 ഇതിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞല്ലോ 2 മൂവ്മെൻറ്റുകളേ ഉള്ളൂ. ദർ ഇസ് ഓൺലി അപ്പ് മൂവ്മെൻറ്റ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്. ഇത് പലപ്പോഴും യുവും ഡിയും ആയിട്ടാണ് സ്മോൾ ലെറ്റർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പ് മൂവ്മെൻറ്റ്, ഡൗൺ മൂവ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഈ ബൈനോമിയൽ ട്രീയിൽ ഒരു പോസിബിൾ ആയിട്ടുള്ള, അതായത് t0 ആയിരിക്കുമ്പോൾ ഓപ്ഷൻ, ഈ പറയുന്ന ഓപ്ഷൻ അണ്ടർലൈങ് അസറ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് ഓപ്ഷൻ മാത്രമാണ് ഇതിൽ കൺസിഡർ ചെയ്യുന്നത്. സ്റ്റോക്കിന് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നും അടുത്ത t=1 എന്നുള്ള ഡിസ്ക്രീറ്റ് ടൈം പോയിന്റിലേക്ക് എത്തുമ്പോൾ ഒന്നെങ്കിൽ ഇതിന് ഒരു സർട്ടൻ പെർസെൻറ്റേജ് വെച്ചിട്ട് വില കൂടും, അല്ലെങ്കിൽ ആ സർട്ടൻ പെർസെൻറ്റേജ് വെച്ചിട്ട് വില കുറയും. അടുത്ത ടൈം പോയിന്റിൽ എത്തുമ്പോൾ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സിംഗിൾ പീരീഡ് എന്ന് പറഞ്ഞാൽ t=1 വരെ ഉണ്ടാവുള്ളൂ. ഈ 1ൽ കൂടുതൽ 2 അല്ലെങ്കിൽ മോർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. അപ്പ് മൂവ്മെൻറ്റിൽ ഒരെണ്ണം വന്നു, ഡൗൺ മൂവ്മെൻറ്റിൽ ഒരെണ്ണം വന്നു, ഇതിലും അപ്പ് മൂവ്മെൻറ്റിൽ ഒരെണ്ണം വന്നു, ഇതിലും ഡൗൺ മൂവ്മെൻറ്റിൽ ഒരെണ്ണം വന്നു. ഇനി രസമുള്ളൊരു കാര്യം, ഇതിൻ്റെ, അതായത് ഈ നോഡിൻ്റെ, ഈ ഓരോ ബോക്സിനെയാണ് ഓരോ നോഡുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പ് മൂവ്മെൻറ്റും ഇതിൻ്റെ ഡൗൺ മൂവ്മെൻറ്റും ഒരേ നോഡ് തന്നെ ആയിരിക്കും. കാരണം ഈക്വൽ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് ഇവിടെ കുറയുകയും ഇവിടെ കൂടുകയും ചെയ്തുകൊണ്ട് ഈ വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഒരു നോഡിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കുകയോ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ദെൻ ഇതിൻ്റെ ഡൗൺ മൂവ്മെൻറ്റ്. ഇനി നോഡുകൾക്ക് നമ്മൾ നെയിം ചെയ്യും. നോഡുകൾ നെയിം ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ്, ടോപ്പ് ടു ബോട്ടം ആണ്. ലെഫ്റ്റ് ടു റൈറ്റ്, ടോപ്പ് ടു ബോട്ടം എന്നാണ് നമ്മൾ നെയിം ചെയ്യുക. അതായത് ഇതാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് N1, N2, N3, നോഡ് 1, നോഡ് 2. അപ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോയി, ഇനി ടോപ്പ് ടു ബോട്ടം N3 ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് ലെഫ്റ്റ് നിന്ന് നമ്മൾ റൈറ്റിലേക്ക് പോകുന്നു, ടോപ്പ് ടു ബോട്ടം ആണ് ചെയ്യേണ്ടത്. N4, N5, N6. അപ്പോൾ ഇവിടെ t=0, t=1. ഇതെപ്പോഴും ഇവിടെ ടൈം ഡിസ്ക്രീറ്റ് പോയിൻ്റ് എത്രയാണെന്നുള്ളത് എഴുതണം. t=2 വരെയൊക്കെയാണ് മാക്സിമം വരിക. എക്സാംസിനൊക്കെ വരുന്നത് ഈ പറയുന്ന t=2 എന്നുള്ളതൊക്കെയാണ് ഒരു ലോങ് എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാവുന്നതാണ്. ഇനി നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഒരു പ്രോബ്ലം പറഞ്ഞതിൽ ഓരോ സ്റ്റെപ്പ് എങ്ങനെ ചെയ്യുന്നു എന്ന് നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് പറയുന്നതിനേക്കാളും പഠിക്കാൻ എളുപ്പം നമുക്ക് ഒരു പ്രോബ്ലം എടുത്ത് ചെയ്ത് നോക്കുന്നതായിരിക്കും. സോ വിൽ ഗോ ടു എ പ്രോബ്ലം ഡയറക്ട്ലി. ABC എന്നുള്ളൊരു കമ്പനി,
ABC എന്നുള്ള കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്, ആ കമ്പനിയുടെ സ്റ്റോക്ക്, അതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 120 രൂപയാണ്. ഇതിൻ്റെ ഞാൻ ഡീറ്റെയിൽ ചെയ്ത് ഇതിൻ്റെ പേര് എഴുതുന്നില്ല, നമുക്ക് നേരെ തന്നെ എഴുതി പോവാം. ഈ സ്റ്റോക്കിൻ്റെ വോളട്ടൈലിറ്റി എന്ന് പറയുന്നത് 30%. അപ്പോൾ വോളട്ടൈലിറ്റി നമ്മൾ സിഗ്മ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ 30% ആണ്. അപ്പോൾ നമുക്ക് അപ്പം തന്നെ എഴുതാം, അത് 0.3 ആണ് നമുക്ക് എഴുതാം. ഇനി റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് RF അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് R എന്ന് എഴുതുന്ന വാല്യൂ പെർ ആനം വന്നേക്കുന്നത് 10% പെർ ആനം ആണ്, അതായത് 0.10. ഇനി ഇതിൽ ചോദിക്കുന്നത് യൂറോപ്യൻ കോൾ ഓപ്ഷൻ്റെ ആണ് ചോദിക്കുന്നത്. നമ്മൾ യൂറോപ്യൻ കോൾ ഓപ്ഷനാണ് ബേസ് വെച്ച് ചെയ്യുന്നത്. അമേരിക്കൻ കോൾ ഓപ്ഷനിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഇതൊരു യൂറോപ്യൻ കോൾ ഓപ്ഷനാണ്. ഈ കോൾ ഓപ്ഷനാണോ പുട്ട് ഓപ്ഷനാണോ എന്ന് ശ്രദ്ധിക്കണം. അതനുസരിച്ച് ചെറിയ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊരു യൂറോപ്യൻ കോൾ ഓപ്ഷനാണ്. ഇതിലെ സ്ട്രൈക്ക് പ്രൈസ്, അതായത് K എന്ന് കൊടുത്തേക്കുന്നത് 130 രൂപയാണ്. ബൈനോമിയൽ മോഡൽ വെച്ചിട്ട് ഇതിലെ പോസിബിൾ സ്റ്റോക്ക് പ്രൈസ് ആഫ്റ്റർ 2 ടൈം ഇൻ്റർവെൽസ് നമുക്ക് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ യൂറോപ്യൻ കോൾ ഓപ്ഷൻ്റെ വാല്യൂ എത്രയാണെന്നും നമുക്ക് കണ്ടുപിടിക്കണം. അത് രണ്ടെണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും ആദ്യം നമ്മളിതിൽ ചെയ്യേണ്ട, നമ്മൾ ബൈനോമിയൽ ഇതിൽ നമ്മൾ പറഞ്ഞല്ലോ, അതായത് 3 സ്റ്റെപ്പിലെ ബൈനോമിയൽ ട്രീ ജനറേഷൻ. ഈ സ്റ്റെപ്പിനെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇറ്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ഉണ്ടല്ലോ, കാൽക്കുലേഷൻ ഓഫ് U ആൻഡ് D. അതാണ് ഫസ്റ്റ് സബായിട്ടുള്ള സ്റ്റെപ്പ് ബൈനോമിയൽ ജനറേഷൻ്റേത്. ഇത് നിങ്ങൾക്ക് ബൈനോമിയൽ ട്രീ ആദ്യമേ തന്നെ വേണമെങ്കിൽ വരച്ച് വെക്കാം. പക്ഷെ അതിനൊക്കെ മുൻപ് നിങ്ങൾ ഈ U ആൻഡ് D കാൽക്കുലേറ്റ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അതിപ്പോൾ ആദ്യമേ വരച്ചിട്ടു എന്ന് വെച്ചിട്ട് ആണെങ്കിലും കുഴപ്പമില്ല. ചിലർ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ബൈനോമിയൽ ട്രീ വരയ്ക്കുന്നവരുണ്ട്. പക്ഷേ ബൈനോമിയൽ ട്രീ ഇതിൻ്റെ മുൻപ് വരച്ച് വെച്ചാലാണ് നമുക്ക് ഏതൊക്കെ നോഡുകളുടെയാണ് പ്രിസീഡിങ് നോഡ് വരുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കാൽക്കുലേഷൻ ഓഫ് U ആൻഡ് Dയിൽ. അതിൽ ആദ്യം യുവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു e⁻√T. സ്മോൾ ലെറ്റർ T ആണേ. σ√T ആണ് യുവിൻ്റെ ഇക്വേഷൻ. ഡിക്ക് ഒരു സെപ്പറേറ്റ് ഇക്വേഷൻ ഉണ്ട്. ഡിയുടെ ഇക്വേഷൻ നമുക്ക് 2 രീതിയിൽ കണ്ടുപിടിക്കാം. ഡിയുടെ ഇക്വേഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നതിനേക്കാളും ഡി എസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് e⁻√T എന്നാണ്. പക്ഷേ ഈ -σ√T ആയതുകൊണ്ട് ദിസ് ഇസ് ആക്ച്വലി 1/u. അതായത് ഡിനോമിനേറ്റർ പാർട്ടിൽ ഈ പറയുന്ന u പോകുമ്പോഴാണ് നമുക്ക് ഈ മൈനസ് എന്നുള്ള സംഭവത്തിൽ എഴുതുന്നത്. അപ്പോൾ d = 1/u എന്ന് കണ്ടുപിടിക്കുന്നതാണ് നമുക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പം. ഇനി നമുക്ക് ഈ വാല്യൂസ് ഇവിടെ ഉള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈയുടെ വാല്യൂസ് ഈക്വൽ ടു e⁻0.30 ഇൻറ്റു, അപ്പോൾ നമ്മളിവിടെ പെർ ആനം എന്ന് പറഞ്ഞിട്ടുണ്ട്. പെർ ആനം എന്ന് പറഞ്ഞേക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യനിൽ വിട്ടുപോയ ഒരു സംഭവം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് യൂസിങ് മന്ത്ലി ഇൻ്റർവെൽ ബേസിസ് എന്നാണ്. മിക്ക ക്വസ്റ്റ്യൻസിൽ അങ്ങനെ തന്നെയാണ് വരിക, മന്ത്ലി ഇൻ്റർവെൽ ബേസിസ്. മന്ത്ലി ഇൻ്റർവെൽ ബേസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി മീനിങ് ദാറ്റ് T = 1/12. ഓരോ മാസമാണ്, അതായത് T 0 ആണ് ഫസ്റ്റ് മന്ത്, T = 1. ഇത് T0 എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള വാല്യൂ, ഇത് ഒരു മാസം കഴിഞ്ഞ്. T = 2 എന്ന് പറഞ്ഞാൽ 2 മാസം കഴിഞ്ഞ്. അപ്പോൾ 2 മാസം 2 ടൈം ഇൻ്റർവെൽസ് എന്നാണ് യൂഷ്വലി ചോദിക്കുക. 3 ടൈം ആണെങ്കിൽ ഇതിൻ്റെ ഇപ്പുറത്ത് ഇതേപോലെ തന്നെ അടുത്തൊരു നോഡ്, ഒരു സെറ്റ് ഓഫ് നോഡുകൾ ടൈം പീരീഡിൽ വരും. ഇനി 0.30 ഇൻറ്റു √1/12 വിച്ച് ഈസ് ഈക്വൽ ടു e⁻0.30 ഇൻറ്റു നമുക്ക് 0.2887 എന്നുള്ള വാല്യൂ കിട്ടും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വിൽ ഗെറ്റ് എ വാല്യൂ ഓഫ് E = 0.0866. ഇത് കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പവേഴ്സ് ഓഫ് ഇയിൽ നമുക്ക് ഇവിടെ എന്ത് പറ്റും, നമുക്ക് എക്സ്പൊണൻഷ്യൽ ടേബിൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 0.08 എന്നുള്ള വാല്യൂ ഉണ്ട്. 0.08നും
0.09 ഇടയ്ക്കുള്ള വാല്യൂ ആണ്. ഇതിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് 0.0 എന്നായിരിക്കില്ല, 0.00 എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ചൊന്ന് നീട്ടി എഴുതി വെച്ചാൽ 0.0866 എന്ന് പറയുന്ന 0.0800യ്ക്കും 0.0900യ്ക്കും ഇടയ്ക്കുള്ള വാല്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ 0.08ൻ്റെ വാല്യൂ ഉണ്ട്, 0.09ൻ്റെ വാല്യൂ ഉണ്ട്. 1.0833യും 1.0942. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഇൻ്റർപൊളേഷൻ മെത്തേഡ് യൂസ് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. അത് ഞാൻ പിന്നെയും ചെയ്യുന്നില്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ എൻഡിലായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഇനി അപ്പോൾ ഇതിൻ്റെ വാല്യൂ യു വിൽ ഗെറ്റ് ആസ് e⁻0.0866ൻ്റെ വാല്യൂ you will get it as 1.0905 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഇനി ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ യു എന്നുള്ള വാല്യൂ. ഓക്കെ, ഇങ്ങനത്തെ വാല്യൂസ് കിട്ടുമ്പോൾ നമുക്ക് എപ്പോഴും എക്സാമിൽ റൈറ്റ് സൈഡിൽ ജസ്റ്റ് ഒരു വര വരച്ചിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ എഴുതി വെച്ചാൽ നമുക്ക് എപ്പോഴും റെഫർ ചെയ്യേണ്ട വാല്യൂസാണിത്. അപ്പോൾ ഇതിന് ഇടയ്ക്ക് തപ്പി നടക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ആദ്യമേ തന്നെ സൈഡിൽ നമുക്ക് വേണമെങ്കിൽ വരച്ച് വെക്കാവുന്നതാണ്. ഇനി ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി 1/u. ഇവിടെ 1/u എന്ന് പറയുന്നത് 1/1.0905 വിച്ച് 0.9170. അപ്പോൾ ഇതാണ് ഡി എന്നുള്ള വാല്യൂ. നമുക്ക് ഇതിനി മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ഇനിയും 2-3 തവണയായിട്ട് ഈ പറയുന്ന യു ഡി എന്നുള്ള വാല്യൂസ് വരുന്നുണ്ട്. തൽക്കാലം നമുക്ക് ആവശ്യമില്ല. ഇനി ഇതിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് ബൈനോമിയൽ ട്രീ ജനറേഷൻ എന്നുള്ളതാണ്. ഇത് ലാസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ ആദ്യമേ തന്നെ അതിപ്പോൾ നമുക്ക് 2 പീരിയഡ്സിൻ്റെയാണ്, 2 ടൈം പീരിയഡ്സാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ബൈനോമിയൽ ട്രീ വരയ്ക്കാം. ബൈനോമിയൽ ട്രീയുടെ ഇത് ഞാൻ പറഞ്ഞ പോലെ താഴേക്ക് കുറച്ച് നീട്ടി വരയ്ക്കുക. ഇതാണ് t=0 എന്ന് പറയുന്നത്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു 2 പീരിയഡിലേക്കാണ്. അപ്പോൾ പീരിയഡ് നമ്പർ 1 അപ്പ് മൂവ്മെൻറ്റ്, പീരിയഡ് നമ്പർ 2 ഡൗൺ മൂവ്മെൻറ്റ്. ഇനി ഇതിലും സ്പ്ലിറ്റ് ചെയ്തിട്ട് പീരിയഡ് നമ്പർ 1 അപ്പ് മൂവ്മെൻറ്റ്, പീരിയഡ് നമ്പർ 2 ഡൗൺ മൂവ്മെൻറ്റ്. ഇത് തന്നെയായിരിക്കും ഇതിൻ്റെ അപ്പ് മൂവ്മെൻറ്റ്, ഇതിൻ്റെ ഡൗൺ മൂവ്മെൻറ്റ്. ഇത്രയേ ഉള്ളൂ ബൈനോമിയൽ ട്രീ. ഇത് നമുക്ക് നെയിം ചെയ്യാം. N1, N2, N3, N4, N5, N6. ഇത്രയാണ് വരിക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ സെറ്റ് ഓഫ് പണികൾ കഴിഞ്ഞു. ഇനി നമുക്കിതിൽ വാല്യൂസ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ആ ഫില്ല് ചെയ്യുന്നതിൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇത് ഓരോ ഇതിലുള്ള സ്റ്റോക്ക് പ്രൈസ്. ഇവിടെ 2 വാല്യൂസാണ് എഴുതുക. ഒരു വാല്യൂ എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ നോഡിൻ്റെ നെയിമാണ് ആദ്യം എഴുതുക ഈ പറയുന്നതിൽ. ഓക്കെ, രണ്ടാമത് ആ ഒരു ടൈം പീരീഡിലുള്ള പോസിബിൾ സ്റ്റോക്ക് പ്രൈസ് എത്രയാണെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ബ്രാക്കറ്റിൽ ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ഓപ്ഷൻ വാല്യൂ എന്ന് പറയുന്ന സംഭവം എഴുതും. ഇങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റോക്ക് പ്രൈസ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് എഴുതി പോവും. ഓപ്ഷൻ വാല്യൂ എന്നിട്ട് അവസാനത്തെ 3 കണ്ടുപിടിച്ച് തിരിച്ച് ബാക്കോട്ട് നമ്മൾ റീട്രേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നോഡ് 1ൻ്റെ വാല്യൂ. നോഡ് 1 എന്ന് പറഞ്ഞാൽ N1 ആണ്. അപ്പോൾ N1ൻ്റെ വാല്യൂ ഇസ് ബേസിക്കലി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ S0 എന്നുള്ള വാല്യൂ ആണ്, വിച്ച് ഇസ് 120. 120 നമ്മളെ ആ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആയിട്ടുള്ള 120. ഇനി അപ്പോൾ അതിൽ വേറെ കണ്ടുപിടിക്കാനൊന്നുമില്ല. ആ 120 എന്നുള്ള വാല്യൂ ഒന്നെങ്കിൽ നമുക്ക് എല്ലാം കണ്ടുപിടിച്ചിട്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ എഴുതി പോവാം. ദാറ്റ് ഈസ് എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് N2ൻ്റെ വാല്യൂ ആണ്. N2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു എന്താ, ഇതിന് 2 മൂവ്മെൻറ്റ്സ് ഉള്ളൂ, ഒരു അപ്പ് മൂവ്മെൻറ്റും ഒരു ഡൗൺ മൂവ്മെൻറ്റും. അപ്പോൾ ഈ എസ് എന്നുള്ള വാല്യൂന്ന് ഒരു സർട്ടൻ പെർസെൻറ്റേജ് വെച്ചിട്ട് അപ്പ് മൂവ്മെൻറ്റ് ചെയ്യുന്നു. ആ സർട്ടൻ പെർസെൻറ്റേജ് ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച യു എന്ന് പറയുന്നത്. ഇവിടെ ഒരു പെർസെൻറ്റേജ് വെച്ചിട്ട് ഡൗൺ ആവുന്നു, അതായത് അതാണ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ എസ് വെച്ച് ഈ പറയുന്ന യു എന്നുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അപ്പർ മൂവ്മെൻറ്റിലുള്ള സ്റ്റോക്ക് പ്രൈസ് കിട്ടും. ഡി വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഡൗൺവേർഡ് മൂവ്മെൻറ്റിലുള്ള സ്റ്റോക്ക് പ്രൈസ് കിട്ടും. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി അപ്പോൾ നമ്മളിവിടെ N2 എന്ന് പറയുന്നത് ഇവിടെ അപ്പ് മൂവ്മെൻ്റ് ആണ്. അതാണ് ഇവിടെ വരയ്ക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ അപ്പ് മൂവ്മെൻ്റ് ആണ്. അപ്പ് മൂവ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് ഇവിടെ S ഇൻറ്റു
യു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ദാറ്റ് ഈസ് 120 ഇൻറ്റു യുവിൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് സൈഡിലും കൂടി ജസ്റ്റ് എഴുതി വെക്കാം. യു 1.0905, ഡി എന്ന് പറയുന്നത് 0.9170. ഇത് ത്രൂ ഔട്ട് നമുക്ക് ആവശ്യമുള്ളൊരു സാധനം. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.0905, യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 130.86. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ ഇവിടെ എഴുതുക, 130.86. ഇനി അടുത്തത് N3. N3 എന്ന് പറയുന്നത് ഈ എസ് എന്നുള്ളതിൽ നിന്നും, ഈ വാല്യൂവിൽ നിന്നും ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എസ് ഇൻറ്റു ഡി എന്നൊന്ന് ചെയ്യാം. അപ്പോൾ അത് 120 ഇൻറ്റു 0.9170 എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. ദെൻ യു വിൽ ഗെറ്റ് ദി ആൻസർ ഓഫ് 110.04. ഇനി അടുത്തത് N4 ആണ്. N4 നമ്മൾ എടുക്കുമ്പോൾ N2വിൻ്റെ വാല്യൂ നമുക്കിവിടെ എഴുതി വയ്ക്കാം, 110.04. N4ൻ്റെ വാല്യൂ നമ്മൾ നോക്കിയാൽ N2വിൻ്റെ അപ്പർ മൂവ്മെൻ്റ് ആണ്. N2വിൻ്റെ അപ്പർ മൂവ്മെൻറ്റ്, N2 എത്രയാ? ഈ പറയുന്നതാണ്. അപ്പോൾ അവിടെ N2വിൻ്റെ വാല്യൂ ഇൻറ്റു, അല്ലെങ്കിൽ വാല്യൂ അറ്റ് N2 എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം, ജസ്റ്റ് N2 എന്ന് എഴുതുന്നുള്ളൂ. N2വിൻ്റെ അപ്പർ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ N2വിൻ്റെ വാല്യൂ എത്രയാ? 130.86 ഇൻറ്റു യു എന്ന് പറയുന്നത് 1.0905. അതിൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 142.70. അത് മാർക്ക് ചെയ്തു. ഇനി N5 ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ആണ്. N5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് രീതി കണ്ടെത്താം. അത് N2വിൻ്റെ ഡൗൺവേർഡ് മൂവ്മെൻറ്റും ആണ്, N3യുടെ അപ്വേർഡ് മൂവ്മെൻറ്റും ആണ്. നമുക്ക് ഈ ഒരു പ്രോബ്ലം ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് രണ്ടും ചെയ്ത് നോക്കാം. അതായത് N2വിൻ്റെ ഡൗൺവേർഡ് മൂവ്മെൻറ്റ്. അപ്പോൾ N2 നമുക്ക് എത്ര ഇട്ടേക്കുന്നത്? 130.86 ആണ്. അതിൻ്റെ ഡൗൺവേർഡ് നമുക്ക് ഫാക്ടർ വരുന്നത് 0.9170. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടുന്നത് 120 ആണ്. ഇറ്റ് വിൽ ഗിവ് ടു 120. ഇനി ഓർ N3യുടെ അപ്പർ മൂവ്മെൻറ്റ് ഇൻറ്റു അപ്പർ മൂവ്മെൻറ്റ് നോഡ് 3യുടെ. അപ്പോൾ നോഡ് 3യുടെ നമുക്ക് കിട്ടിയേക്കുന്നത് 110.04 ആണ്. ഇത് ആക്ച്വലി ഇവിടെ നമുക്ക് വാല്യൂ കിട്ടുന്നത് 119.99 എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് ഡൗൺ മൂവ്മെൻറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 9170. ഇവിടെയും നിങ്ങൾക്ക് കിട്ടുക 11.99 എന്നായിരിക്കും, വിച്ച് ഇസ് ദ സെയിം വാല്യൂ. അതാണ് N5 കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും ചെയ്യണമെന്നില്ല, ഇതിലേതെങ്കിലും ഒന്നെങ്കിൽ N2വിൻ്റെ ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ N3യുടെ അപ്വേർഡ് മൂവ്മെൻ്റ് ആയിട്ടോ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി N6 നോക്കാം. N6ൻ്റേത് ഇതേപോലെ തന്നെ, ഇതേ ലോജിക്ക് തന്നെയാണ്. N3യുടെ ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആണ്. സോ N3 ഇൻറ്റു ഡൗൺവേർഡ് ഫാക്ടർ നമ്മൾ എടുക്കുമ്പോൾ N3 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 110.04 ഇൻറ്റു ഡൗൺവേർഡ് മൂവ്മെൻറ്റ് നമ്മൾ എടുക്കേണ്ടത് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ ആണ്. ഒരു മിനിറ്റ്, 110 ഇൻറ്റു 0.970 ഇവിടെ ഞാൻ എഴുതി തെറ്റിപ്പോയിട്ടോ, സോറി. ഇവിടെ ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഈ പറയുന്ന വാല്യൂ അല്ല, 1.0905 ആണ്. ഇത് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് വാല്യൂ ആയി. എക്സ്ട്രീംലി സോറി, മാറിപ്പോയി. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, 110 ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഉണ്ട്. ഡൗൺവേർഡ് മൂവ്മെൻറ്റ് 0.9170 ആണ്. 9170 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വിൽ ഗെറ്റ് എൻ ആൻസർ ഓഫ് 91. ഈ വാല്യൂസ് എല്ലാം നമുക്കിവിടെ ഫില്ല് ചെയ്യാം. അപ്പോൾ 130 എഴുതി, 110 എഴുതി. N4ൻ്റേത് 142.70, N5ൻ്റേത് 120, N6ൻ്റേത് 100.91. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ബൈനോമിയൽ ട്രീ ജനറേഷൻ എന്നുള്ള ഞാൻ പറഞ്ഞു, ഇത് ഈ സ്റ്റെപ്പ് എൻഡ് വരെ പോകുന്നതാണ്. ഇനി ഇതിലേക്ക് എന്നുള്ള അടുത്ത ഈ എക്സ്പെക്റ്റഡ് ഓപ്ഷൻ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ടെക്നീക്സാണ് അല്ലെങ്കിൽ മെത്തേഡ്സാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് തൽക്കാലത്തേക്ക് മാറ്റിവെക്കാം. എന്നിട്ട് നമുക്ക് മൂന്നാമത്തെ ഇതിൻ്റെ സബ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കാര്യം, ഇറ്റ് ഈസ് ദ കാൽക്കുലേഷൻ ഓഫ് ഓപ്ഷൻ വാല്യൂ. കാൽക്കുലേഷൻ ഓഫ് ഓപ്ഷൻ വാല്യൂ അറ്റ് ഫൈനൽ നോട്ട്സ്.
നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് എഴുതിയേക്കുന്നതാണ്. അതിലെ ഫൈനൽ നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫൈനൽ നോട്ട്സ് ഏതൊക്കെയാണ്? N4, N5, N6 മൂന്നെണ്ണമാണ് ഫൈനൽ നോട്ട്സ് വരുന്നത്. അതിൽ N4 നമുക്ക് ആദ്യം ഓപ്ഷൻ വാല്യൂവിനെ ഞാൻ ഇനി ഷോർട്ടാക്കിയിട്ട് OV എന്നായിരിക്കും എഴുതുക. അപ്പോൾ നമ്മുടെ ഇത് എന്താണ്? യൂറോപ്യൻ കോൾ ഓപ്ഷൻ ആണ് എന്ന് ശ്രദ്ധിക്കുക. അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളത് ഞാൻ കാര്യം പറയാം. ഇതിൽ ഈ കോൾ ഓപ്ഷൻ എന്നുള്ളതും യൂറോപ്യൻ ആണെന്നുള്ളതും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ കോൾ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഓപ്ഷൻ വാല്യൂ ഇസ് ദ മാക്സിമം ഓഫ് SN മൈനസ് K. ഈ SN എന്ന് ഉദ്ദേശിക്കുന്നത് ആ നോഡിലുള്ള വാല്യൂ എത്രയാണെന്നുള്ളതാണ് ഈ SN ഉദ്ദേശിക്കുന്നത്. അത് SN1 ആവാം, N2 ആവാം, ഡിപ്പെൻഡിങ് ഓൺ ഏത് നോഡിനെ നമ്മൾ എടുക്കുന്നു. ആൻഡ് 0. ഏതാണോ മാക്സിമം വാല്യൂ അതാണ് കോൾ ഓപ്ഷനിൽ എടുക്കുക. അതെന്തുകൊണ്ടാണ് ഈ SN മൈനസ് K എന്ന് പറയുന്നതെന്ന് വെച്ചാൽ കോൾ ഓപ്ഷൻ എന്തിനാണ്? ബൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബൈ ചെയ്യുമ്പോൾ നമ്മൾ കോൾ ഓപ്ഷൻ ആക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കുറവ് കിട്ടുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ ബൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സൈസ് പ്രൈസ് ഓപ്ഷൻ ഈ പറയുന്ന സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറവാണെങ്കിൽ മാത്രമാണ് നമ്മൾ കോൾ ഓപ്ഷൻ എക്സൈസ് ചെയ്യുക. കാരണം ഓപ്ഷനിൽ നമ്മൾ എക്സൈസ് ചെയ്താൽ നമുക്ക് വില കുറവിൽ കിട്ടും മാർക്കറ്റ് ഉള്ളതിനേക്കാളും. അപ്പോൾ മാർക്കറ്റിലെ വിലയായിരിക്കും, അതായത് SN ആയിരിക്കും വലുത്, എക്സൈസ് പ്രൈസ് ആയിരിക്കും കുറവ്. അപ്പോഴാണല്ലോ നമ്മൾ ഈ പറയുന്ന ഓപ്ഷൻ എക്സസൈസ് ചെയ്യുക. അപ്പോൾ കോൾ ഓപ്ഷനിൽ ദിസ് ഇസ് ദ ഗ്രേറ്റർ വാല്യൂ ആൻഡ് ദിസ് വിൽ ബി ദ ലെസർ വാല്യൂ. അതുകൊണ്ടാണ് സാധാരണഗതി ഈ പറയുന്ന ആ ഒരു മെത്തഡ് യൂസ് ചെയ്യുന്നത്. ഇത് തന്നെ പുട്ട് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് നേരെ തിരിയും. ദറ്റ് വിൽ ബി K മൈനസ് SN. കാരണം പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാനാണ്. നമ്മൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്തിട്ട് റൈറ്റ് ടു സെല്ല് എക്സസൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വില ഓപ്ഷനിൽ കിട്ടണം. അതായത് എക്സൈസ് പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ സ്പോട്ട് പ്രൈസ്. ആ ഒരു ലോജിക്കിലാണ് ഇത് രണ്ടെണ്ണം വരുന്നത്. ഇത് മാത്രമാണ് കുറച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു മെത്തേഡ്. ബാക്കി എല്ലാവരും ലോജിക്കിൽ നമുക്ക് പോകുന്നതാണ്. സോ വിതൗട്ട് ഫർദർ അഡിയോ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഫൈനൽ നോഡുകളാണ്. അപ്പോൾ ഫൈനൽ നോഡുകൾ ഏതൊക്കെയാണ്? N4, N5, N6. N4, N5, N6 ഈ മൂന്ന് നോഡുകളുടെയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിൽ ആദ്യം ഓപ്ഷൻ വാല്യൂ അറ്റ് N4 അതിൻ്റെ നമുക്കിവിടെ എടുക്കാവുന്നത് ഈ ഇക്വേഷൻ തന്നെയാണ്. മാക്സിമം ഓഫ് SN മൈനസ് K ഓർ 0 വിച്ച് ഇതിലേതാണോ വലുതെന്നുള്ളത്. അപ്പോൾ നമ്മൾ മാക്സ് ഓഫ് ഈ വാല്യൂ ഇതിലെ നോഡിൻ്റെ വാല്യൂ നമുക്ക് എടുത്ത് നോക്കണം. അതിനാണ് ഈ ബൈനോമിയൽ കീ എടുക്കാൻ പറയുന്നത്. അപ്പോൾ N4 നോഡിൻ്റെ വാല്യൂ 142.7 ആണ്. അപ്പോൾ 142.7 മൈനസ് നമ്മുടെ എക്സൈസ് പ്രൈസ് ക്വസ്റ്റിൻ്റെ ഏറ്റവും ആദ്യം നമുക്ക് തന്നിട്ടുണ്ട് 130 ആണെന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഇത് കുറയ്ക്കണം, 130,0. എന്നിട്ട് ഇത് സോൾവ് ചെയ്താൽ മതി. ഇത് ഒബ്വിയസ്ലി നമുക്കറിയാം ഏതായിരിക്കും വലുത് മാക്സിമം വാല്യൂ എന്നുള്ളത്. എന്നാലും നമുക്ക് ചെയ്യാം. യു വിൽ ഗെറ്റ് ആസ് 12.7 ആൻഡ് 0. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും? 12.7 ആയിരിക്കും. അതാണ് ഇതിലുള്ള ഓപ്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ വാല്യൂ അറ്റ് N5 മാക്സിമം ഓഫ് ഇതേ മെത്തേഡ് തന്നെയാണ് അതിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ N5 ഓപ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 120 ആണ്. സോ 120 മൈനസ് ഈ പറയുന്ന 130 എക്സൈസ് പ്രൈസ് അതിൽ കോമൺ ആയിരിക്കും, 130, 0. അപ്പോൾ മാക്സിമം ഓഫ് നമുക്ക് കിട്ടുന്നത് 120 മൈനസ് 130 എന്ന് പറയുന്നത് നമുക്ക് -10 ആണ് ഉണ്ടാവുക, 0. -10 0യേക്കാളും ചെറുതാണ്, 0 ആണ് വലുത്. അപ്പോൾ അവിടെയുള്ള ഓപ്ഷൻ വാല്യൂ 0 ആണ്. ഇനി N6 മാക്സിമം ഓഫ് N6 നമ്മൾ നോഡിൻ്റെ വാല്യൂ 100.91 ആണ്. സോ 100.91 മൈനസ് 130 അതിലെ ഇതായിട്ടുള്ളതായിരിക്കും മാക്സിമം ഓഫ് -29.09 ആൻഡ് 0.
അല്ല ഒബ്വിയസ്ലി ഏതായിരിക്കും വലിയ വാല്യൂ? മൈനസ് ആണ്, ഇത് 0 ആണ്. ഇത് മൈനസ് വിട്ടുപോകരുത്. ഓക്കെ, ഇത് ഈ പറയുന്ന ഒരു സംഭവം ഓർത്തിരുന്നാൽ മാത്രം മതി. ആ ലോജിക്കിൽ ഇത് ഓർത്തിരുന്നില്ലെങ്കിൽ ഇതെല്ലായിടത്തും തെറ്റും, ഇത് തിരിഞ്ഞു പോവും. അതാണ് പ്രശ്നം പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ആലോചിക്കാം, എന്താണ്, കോൾ ഓപ്ഷൻ ആണെങ്കിൽ എസ് മൈനസ് കെ എന്ന് ആലോചിക്കാം, പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ കെ മൈനസ് എസ് എന്നുള്ളത് തിരിച്ച് നിങ്ങൾക്ക് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 0 ഈ പറയുന്ന വാല്യൂസ് എല്ലാം നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ പ്രിസീഡിങ് നോട്ട്സിലുള്ള വാല്യൂസാണ് നമ്മളിനി അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. ഇത് വേണമെങ്കിൽ നമുക്ക് പാരലലി എഴുതി പോവാവുന്നതാണ്, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് എഴുതിയാലും തെറ്റില്ല. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. നമ്മൾ ഈ പറയുന്ന ഇതിലെ ഓപ്ഷൻ വാല്യൂസ് എന്ന് പറയുന്നത് നമുക്കത് ഇവിടെ 12.7 ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ബ്രാക്കറ്റിൽ എഴുതും, 12.7 എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ എഴുതും. അത് കഴിഞ്ഞ് അടുത്തതിൽ നമുക്ക് 0 ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ 0 എടുത്തിട്ട് ബ്രാക്കറ്റിൽ എഴുതുന്നു. ഇത് സ്ക്വയർ ബ്രാക്കറ്റ്സ് ആണ് യൂഷ്വലി യൂസ് ചെയ്യുക. അല്ലാതുള്ള നമ്മൾ പാരന്തസിസ് യൂസ് ചെയ്താലും തെറ്റില്ല. ഇവിടെയും നമുക്ക് 0 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യുകയാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഫൈൻഡിങ് ദി ഓപ്ഷൻ വാല്യൂ അറ്റ് ഈച്ച് പ്രിസീഡിങ് നോഡ്. ഓരോ പ്രിസീഡിങ് നോഡിൻ്റെ ഓപ്ഷൻ വാല്യൂ കണ്ടെത്തുക. ഇതിൽ നമ്മൾ ഓപ്ഷൻ വാല്യൂവിൻ്റേത് നമ്മൾ ഇതിന് മുൻപ് കണ്ടെത്തിയേക്കുന്നത് എല്ലാം എന്താണ്, ഓപ്ഷൻ വാല്യൂസിൻ്റെ പെനൾട്ടിമേറ്റ് നോട്ട്സിലുള്ള നമ്മളാണ് ഇതിൽ പെനൾട്ടിമേറ്റ് നോട്ട്സിലുള്ള ഓപ്ഷൻ വാല്യൂസ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിലെ പെനൾട്ടിമേറ്റ് നോട്ട്സിലുള്ള എക്സ്പെക്റ്റഡ് ഓപ്ഷൻ വാല്യൂ എന്നുള്ളൊരു സാധനം കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ എന്താണ് ഈ ഓപ്ഷൻ വാല്യൂയും എക്സ്പെക്റ്റഡ് ഓപ്ഷൻ വാല്യൂയും എന്താണ്? ഇത് നമ്മൾ പറഞ്ഞു ഓൾറെഡി. നമ്മൾ ആ ലാസ്റ്റ് കണ്ടുപിടിച്ചിട്ട് ബാക്ക്വേർഡ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ എക്സ്പെക്റ്റഡ് ഓപ്ഷൻ വാല്യൂ എന്നുള്ള അറ്റ് ഫൈനൽ നോട്ട്സ് അഥവാ പെനൾട്ടിമേറ്റ്, ഏറ്റവും ലാസ്റ്റുള്ള നോട്ട്സിനാണ് ഇങ്ങനെ പറയുന്നത് പെനൾട്ടിമേറ്റ് നോട്ട്സ് അല്ലെങ്കിൽ ഫൈനൽ നോട്ട്സ് എന്ന് പറയുന്നത്. ഈ കേസിൽ അത് നമ്മുടെ N4, N5, N6 ആണ്. ഇനി അതിൽ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഇത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ അസംഷൻസിൽ പറയുന്നൊരു സംഭവമുണ്ട്, ഈ റിസ്ക് ന്യൂട്രാലിറ്റി എന്നൊരു അസംഷൻ പറയുന്നുണ്ട്. അതായത് ഇൻവെസ്റ്റേഴ്സ് റിസ്കിനോട് ന്യൂട്രലാണ് അല്ലെങ്കിൽ അവർ ഇൻഡിഫറൻ്റ് ആണ് റിസ്കിനോടെന്ന് പറയുന്നത്. അപ്പോൾ ആ റിസ്ക് ന്യൂട്രാലിറ്റി അനുസരിച്ച് എടുത്ത് നോക്കിയാൽ ഒരു ഡെറിവേറ്റീവിൻ്റെ ഇന്നത്തെ ഫെയർ പ്രൈസ് എന്ന് പറയുന്നത്, അതായത് ഭാവിയിലുള്ള ഒരു സാധനത്തിൻ്റെ ഇപ്പോഴത്തെ പ്രൈസാണല്ലോ നമ്മൾ നോക്കുന്നത്. ഭാവിയിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും സ്റ്റോക്ക്. അപ്പോൾ അതിനെ നമ്മൾ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ഇവിടെ ഈ ഡെറിവേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ്റെ ഇന്നത്തെ ഫെയർ പ്രൈസ് വിൽ ബി ഈസ് ഈക്വൽ ടു റിസ്ക് ന്യൂട്രാലിറ്റി എന്ന അസംഷൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ഇറ്റ്സ് ഫ്യൂച്ചർ പേ ഓഫ്സ്. ഭാവിയിലുള്ളതിൻ്റെ പേ ഓഫ്സിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ ആയിരിക്കും, പക്ഷെ അത് ഫ്യൂച്ചറിലുള്ള വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഫെയർ പ്രൈസിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അതിനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡിസ്കൗണ്ട് ചെയ്യുന്നത് ഡിസ്കൗണ്ടഡ് ബൈ നമ്മുടെ റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റിലാണ് വരുന്നത്. റിസ്ക് ഫ്രീ റേറ്റിലാണ്, അതായത് 6 അല്ലെങ്കിൽ RF എന്നുള്ള വാല്യൂ വെച്ചിട്ട് എന്തിന്? ടു ബ്രിങ് ഇറ്റ് ടു ദ പ്രസൻറ്റ് വാല്യൂ. അപ്പോൾ ഫ്യൂച്ചർ പേ ഓഫ്സിൻ്റെ പ്രസൻറ്റ് വാല്യൂ റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ച് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നതിനെയാണ് ഓപ്ഷൻ്റെ ഇപ്പോഴത്തെ ടുഡേയ്സ് ഫെയർ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ എക്സ്പെക്റ്റഡ് വാല്യൂ എന്നുള്ള സാധനമാണ് നമുക്ക് ടുഡേയ്സ് ഫെയർ പ്രൈസിനെ കണ്ടുപിടിക്കേണ്ടത്. ഈ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്ന സാധനം ഈസ് ബേസിക്കലി യൂസിങ് ഓപ്ഷൻ വാല്യൂ ഓഫ് ലേറ്റർ നോട്ട്സ്. ലേറ്റർ ആയിട്ട് ഉള്ള നോട്ട്സിൻ്റെ വാല്യൂ വെച്ചിട്ടാണ്. ഇതിന് നമുക്ക് കിട്ടിയല്ലോ ഇതിൻ്റെ. അപ്പോൾ ലേറ്റർ ആയിട്ടുള്ള നോട്ട്സിൻ്റെ ഈ രണ്ടെണ്ണത്തിൻ്റെ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ നോക്കും. അപ്പോൾ ഈ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റിൽ നമുക്ക് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഈ പെർസെൻറ്റേജ് കൂടുമോ കുറയുമോ എന്നുള്ളത് നമ്മൾ എന്തായാലും കണ്ടുപിടിക്കേണ്ടത് എന്തായിരിക്കും? പ്രോബബിലിറ്റി ബേസിസിലായിരിക്കും. അപ്പോൾ ആ പ്രോബബിലിറ്റി നമ്മളിവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ യൂസിങ് ഓപ്ഷൻ വാല്യൂ ഫ്രം ലേറ്റർ ടു നോട്ട്സ്, അതിൽ ഒരെണ്ണം യു ആൻഡ് മറ്റൊരെണ്ണം ഡി ആയിരിക്കും, ഒരു അപ്പർ മൂവ്മെൻറ്റും ഒരു ഡൗൺ മൂവ്മെൻറ്റും. ആൻഡ് ഇറ്റ് വിൽ ബി വെയ്റ്റഡ് എഗെയിൻസ്റ്റ് ഓർ ബൈ their
റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റി. അത് അപ്പ് മൂവ്മെൻ്റ് ഉണ്ടാവാനും ഡൗൺ മൂവ്മെൻ്റ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് പറയും. അപ്പോൾ ഇതിൽ നമ്മളുടെ അപ്പ് മൂവ്മെൻറ്റിന് ഉള്ള പ്രോബബിലിറ്റിയെ സ്മോൾ ലെറ്റർ പി ആയിട്ടാണ് പറയുക. ഡൗൺ മൂവ്മെൻറ്റിന് ഉള്ള പ്രോബബിലിറ്റി നമുക്ക് അറിയാം. രണ്ട് ഔട്ട്കംസ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രോബബിലിറ്റിയുടേത് ഒന്ന് പി ആണെങ്കിൽ മറ്റൊന്ന് ഒബ്വിയസ്ലി എന്തായിരിക്കും, 1 മൈനസ് പി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഇതാണ്. പി എന്ന് പറയുന്ന വാല്യൂവിൻ്റെ ഇക്വേഷൻ ഗോസ് ലൈക്ക് ദിസ്. സ്മോൾ ലെറ്റർ പി ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ആർ സ്മോൾ ലെറ്റർ ടി മൈനസ് ഡി. താഴെയാണ്, ഇതിൻ്റെ മുകളിൽ നിന്നല്ല, യു മൈനസ് ഡി. ഇത്രയുള്ള ഇക്വേഷൻ. ഇതിൽ ഈ ആറ് എന്ന് പറയുന്നത് നമ്മുടെ റിസ്ക് ഫ്രീ റേറ്റ് ആണ്. ടി എന്ന് പറയുന്നത് ടൈം ഡ്യൂറേഷനാണ്, ഇൻ്റർവെല്ലിൻ്റെ ടൈം ഡ്യൂറേഷൻ ഓഫ് ഇൻ്റർവെല്ലാണ്. നമ്മുടെ ഈ ടൈം ഡ്യൂറേഷൻ ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, മന്ത്ലി ബേസിസിൽ 1/12 എന്നൊക്കെ എഴുതിയിട്ടില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റിസ്ക് ഫ്രീ റേറ്റ് നമുക്ക് ഓൾറെഡി 0.10 10% പെർ ആനം ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്കറിയാം. യുവും ഡിയും എത്രയാണെന്ന് നമ്മൾ ഓൾറെഡി ഇതിന് മുൻപ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂസും കൂടി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. യു ഡി ഇതേ നമ്മൾ ഇതിന് മുൻപ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഇതിലൊരു കാര്യം കൂടിയുണ്ട്, എക്സ്പെക്റ്റഡ് ഓപ്ഷൻ വാല്യൂ ഉണ്ട്. ഇപ്പം നമ്മൾ ഇത്രയും ഇതിനെ പി കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇനി നമുക്കിത് എക്സ്പെക്റ്റഡ് വാല്യൂ കണ്ടുപിടിക്കണ്ടേ, വെയ്റ്റഡ് ബൈ എന്ന് പറയുന്നത്, അത് ഇത്രേ ഉള്ളൂ. എക്സ്പെക്റ്റഡ് ഓപ്ഷൻ വാല്യൂ ഇ ഒ വി എന്ന് ഞാൻ ഷോർട്ടായിട്ട് എഴുതുകയാണ്. എക്സ്പെക്റ്റഡ് ഓപ്ഷൻ വാല്യൂ എന്ന് പറയുന്നത്, ഈ എക്സ്പെക്റ്റഡ് ഓപ്ഷൻ വാല്യൂ ഇസ് ഈക്വൽ ടു ഓപ്ഷൻ അപ്പ് വാല്യൂ. അതായത് മുകളിലേക്കുള്ള മൂവ്മെൻറ്റിൻ്റെ ഓപ്ഷൻ വാല്യൂ എത്രയാണ് അതിൻ്റേത്. അതായത് ഈ N2 ആണെന്നുണ്ടെങ്കിൽ N4ൻ്റെ വാല്യൂ ആണ് ഓപ്ഷൻ അപ്പ് വാല്യൂ എന്ന് പറയുന്നത്. N2ൻ്റെ കണ്ടുപിടിക്കുമ്പോൾ ഇതാണ് ഓപ്ഷൻ അപ്പ് വാല്യൂ, ഇതാണ് ഓപ്ഷൻ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അത് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പോൾ ഓപ്ഷൻ ഓഫ് വാല്യൂ എന്ന് പറയുന്നത് വെയ്റ്റഡ് ബൈ അതിൻ്റെ റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റി. അത് എത്രയാണ്, അപ്പ് മൂവ്മെൻറ്റിൻ്റേത് പി ആണ്, പ്ലസ് ഓപ്ഷൻ ഡൗൺ വാല്യൂ ഇൻറ്റു 1 മൈനസ് പി. ഇത് ശരിക്കും എലാബറേറ്റ് ആയിട്ട് എന്താണ് ഓപ്ഷൻ വാല്യൂ ഓഫ് ദ എന്താണ് സക്സീഡിങ് നോഡ് വിച്ച് ഇസ് ഹാവിങ് അപ്പർ മൂവ്മെൻറ്റ് എന്നൊക്കെയാണ്. അത് ഓപ്ഷൻ അപ്പ് വാല്യൂ ഓപ്ഷൻ ഡൗൺ വാല്യൂ എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. ഓക്കെ, ഇത് കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ തൊട്ട് മുമ്പത്തെ പ്രിസീഡിങ് നോഡുകളുടെ, അപ്പോൾ N2ൻ്റേത് നമുക്ക് N4 N5 വെച്ച് കണ്ടുപിടിക്കാം, N3യുടേത് N5 N6 വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഇങ്ങനെ അതുപോലെ തന്നെ N1ൻ്റെ വരുമ്പോൾ N2ൻ്റെ N3 വെച്ചിട്ട് N1ൻ്റെ കണ്ടുപിടിക്കും. അത്രേ ഉള്ളൂ ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിങ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഈ ഇക്വേഷൻ ഏത് സൈഡിലിരിക്കട്ടെ. സോ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട അടുത്ത സാധനം നമ്മുടെ എക്സ്പെക്റ്റഡ് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എക്സ്പെക്റ്റഡ് ഓപ്ഷൻ വാല്യൂ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് ഏത് നോഡിൻ്റെയാണ്, N2 നോഡിൻ്റെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ N2 നോഡിൻ്റെ വരുമ്പോൾ നമുക്ക് N4 ആണ്, അറ്റ് N2 ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവിടെ N3, അതാണ് ഞാൻ അവിടെ ആദ്യം നമ്മൾ ബൈനോമിയൽ ട്രീ വരച്ചു വെക്കുക എളുപ്പം എന്ന് പറയുന്നത്. N2ൻ്റെ കണ്ടുപിടിക്കുന്നത്, അപ്പോൾ N4 ആണ് ഇതിൻ്റെ അപ്പ് മൂവ്മെൻറ്റ്, N5 ആണ് ഇതിൻ്റെ ഡൗൺ മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ വാല്യൂ അറ്റ് N4 ഇൻറ്റു പി പ്ലസ് ഓപ്ഷൻ വാല്യൂ അറ്റ് N5 ഇൻറ്റു 1 മൈനസ് പി. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം, നമ്മുടെ പി എന്നുള്ളൊരു സംഭവം കണ്ടുപിടിക്കണം. അപ്പോൾ പി എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് വാല്യൂ വരുന്നത്, പി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ആർ ടി മൈനസ് ഡി. അതിൽ ഇ റേസ് ടു ആർ ടി എന്ന് പറയുന്നത് ഇ റേസ് ടു 0.10 ഇൻറ്റു
1/12. ഇതിൽ മാറിപ്പോകരുത്. നമ്മൾ ആദ്യം പറഞ്ഞാൽ റൂട്ട് ഓഫ് ടി എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഇവിടെ ജസ്റ്റ് ആർ ടി ഉള്ളൂ, മൈനസ് ഒന്നുമില്ല. ഇസ് ഈക്വൽ ടു മൈനസ് ഡി എന്നുള്ള വാല്യൂ, ദാറ്റ് ഈസ് 0.9170. ഈ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചേക്കുന്നതാണ്. ഡിവൈഡഡ് ബൈ യു മൈനസ് ഡി എന്ന് വരും. ഞാൻ കുറച്ചും കൂടി വൃത്തിയായിട്ട് സൈഡിലേക്ക് എഴുതാം. പി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ആർ ടി മൈനസ് ഡി ഡിവൈഡഡ് ബൈ യു മൈനസ് ടി, ദാറ്റ് ഈസ് ഇ റേസ് ടു 0.10 ഇൻറ്റു 1/12 മൈനസ് 0.9170 ഡിവൈഡഡ് ബൈ യു മൈനസ് ഡി. യുവിൻ്റെ വാല്യൂവും ഡിൻ്റെ വാല്യൂ നമ്മൾ ഇതിനു മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. 1.0905 മൈനസ് 0.9170. ഇത് ജസ്റ്റ് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ സൊല്യൂഷൻ പിന്നെയും പറഞ്ഞാൽ നീട്ടുന്നില്ല. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് എ വാല്യൂ ആസ് 0.5268 എന്നുള്ള വാല്യൂ കിട്ടും. ഇതിൽ സംശയമുള്ള ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അതായത് ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇതിനിടയ്ക്ക് ഇ റേസ് ടു 0.0083 മൈനസ് 0.9170 ഡിവൈഡഡ് ബൈ ഇത് കുറച്ച് കഴിയുമ്പോൾ 0.1735 എന്നാണ് കേട്ടോ. ഇതിലെ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ വാല്യൂ, ഇത് പലപ്പോഴും നമ്മൾ ഇൻ്റർപൊളേറ്റ് ചെയ്യണം. കാരണം നമ്മൾ വാല്യൂ എൻ്റെ ടേബിൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് കാണാനുണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ ഇൻ്റർപൊളേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ നോക്കുക. ഈ ഇൻ്റർപൊളേഷൻ വെച്ച് ചെയ്ത് നോക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം, ഇൻ്റർപൊളേഷൻ ഇക്വേഷനിൽ ഇത്രയും ചെറിയൊരു വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ എടുക്കുന്ന ഇൻ്റർപൊളേഷൻ്റെ ആ ലാർജ് ആൻഡ് സ്മോൾ വാല്യൂ അല്ലെങ്കിൽ ലോവർ ആൻഡ് ഹയർ വാല്യൂ എന്നുള്ളതിൽ പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം, കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്ന് എഴുതി നോക്കാം. സോ 0.0083 എന്നാണ് വാല്യൂ. നമ്മളിവിടെ ബേസ് ഇ നാച്ചുറൽ ലോഗിൻ്റെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ, നാച്ചുറൽ ലോഗല്ല, പവേഴ്സ് ഓഫ് ഇ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ 0.10203 എന്നാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് തോന്നും ഈ പറയുന്ന 008 എന്ന് പറയുന്നത് ഈ 0.8നും 0.9നും ഇടയ്ക്കാണെന്ന്. അത് ഞാൻ ജസ്റ്റ് എഴുതി കാണിച്ചു തരാം. ഇവിടെ കൊടുത്തേക്കുന്ന വാല്യൂ ഈ 0.08ഉം 0.09 എന്ന് പറയുന്നത് 0.08ഉം 0.09ഉമാണ്. അതായത് ഇവിടേക്ക് നമ്മൾ 2 0 ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ എക്സാക്ട്ലി ഈ പറയുന്നതിൻ്റെ ഇടയ്ക്കല്ല ശരിക്കും ഈ വാല്യൂ. നമുക്ക് തോന്നും ഇതിങ്ങനെ വരച്ചു നോക്കിയാൽ കാണാം, കണ്ടോ, അതിലും ചെറുതാണ് ഈ വാല്യൂ. ഈ വാല്യൂ ശരിക്കും വരുന്നത് 0.00യ്ക്കും 0.01നുമാണ്. അപ്പോൾ നമുക്ക് സംശയം തോന്നാം, അതെങ്ങനെയാണ് ഈ പറയുന്നത് ഇതിൻ്റെ രണ്ടെണ്ണത്തിനും ഇടയിൽ വരുന്നതെന്ന്. അത് ജസ്റ്റ് ഇവിടെ 2 0 കൂടി ഇട്ട് കൊടുത്തുക, നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. കണ്ടോ, 0.0083 0.0000 ഈ പറയുന്ന 100ഉം ഈ ഒരു എടുത്ത് നോക്കിയാൽ നമുക്ക് ഇതിനിടയിലാണ് ഈ വാല്യൂ. ഇത് പലപ്പോഴും ഇതേ പ്രോബ്ലം, ഈ ഒരു സെയിം കൈൻഡ് ഓഫ് പ്രോബ്ലം ചോദിക്കും, അല്ലെങ്കിൽ ഈ ടൈപ്പ് പ്രോബ്ലം ചോദിക്കുമ്പോൾ ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഡെസിമൽ പോയിൻ്റ് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് നമുക്ക് എടുത്ത് നോക്കാം. സോ പവേഴ്സ് ഓഫ് ഇയിൽ ഇ റേസ് ടു എക്സ് 0 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആണ്. സോ ഇ റേസ് ടു 0 എന്നതിൻ്റെ വാല്യൂ 1 ആണ്. ഇ റേസ് ടു 0.0100, അതായത് ബേസിക്കലി 0.01 എന്നതിൻ്റെ വാല്യൂ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, വിച്ച് ഈസ് 1.0101. എന്നിട്ട് ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ആ കാൽക്കുലേഷൻ കൂടി നമുക്ക് ജസ്റ്റ് ഞാൻ ചെയ്ത് കാണിക്കാം. സോ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഏതിനിടയ്ക്കാണ് കണ്ടുപിടിക്കുന്നത് അറിയാം. അപ്പോൾ ഇതാണ് നമ്മുടെ എല്ല്, ഇതാണ് നമ്മുടെ എച്ച് വാല്യൂ എന്ന് പറയുന്നത്, ലോവർ ആൻഡ് ഹയർ വാല്യൂ. അപ്പോൾ ഇ റേസ് ടു 0.0083 എന്ന് പറയുന്നത് നമ്മുടെ ലോവർ വാല്യൂ
പ്ലസ് ഡിഫറൻസ് ഇൻറ്റു ഹയർ വാല്യൂ മൈനസ് ലോവർ വാല്യൂ ആണ്. അപ്പോൾ ലോവർ വാല്യൂൻ്റെ നമുക്കിവിടെ വന്നേക്കുന്നത് e⁻0 പ്ലസ് ഡിഫറൻസ് അപ്പോഴും 83 ആണ്. അപ്പോൾ 0.83 എന്ന് എഴുതിയാൽ മതി ഇൻറ്റു 1.0101 മൈനസ് 1 വരും. അതിൽ ഈ E0 എന്ന് പറയുന്ന വാല്യൂ ഇത് e⁻0.01 ആട്ടോ ഈ എഴുതിയേക്കുന്നത്. ഇവിടെ E0 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമുക്ക് ആക്ച്വലി വരിക 1 ആണ്. ഓക്കെ, അപ്പോൾ 1 പ്ലസ് 0.83 ഇൻറ്റു ഈ 1 പോവും, അപ്പോൾ 0.0101 എന്നുള്ളത് വരും. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് എൻ ആൻസർ ഓഫ് 1.0084. ഈ 1.0084 വെച്ചിട്ട് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഈ 0.5268 എന്നുള്ള വാല്യൂയിലേക്ക് എത്തും. അപ്പോൾ ഇതാണ് നമ്മുടെ പി എന്നുള്ള വാല്യൂ. ഇനി നമുക്ക് 1 മൈനസ് പി കണ്ടുപിടിക്കണം. 1 മൈനസ് പി എന്ന് പറയുന്നത് 1 എന്ന് ഇത് കുറയ്ക്കുക, 0.5268 കണ്ടുപിടിക്കുക. 0.5268 യു വിൽ ഗെറ്റ് എ വാല്യൂ ഓഫ് 0.4732. യു ഡി സൈഡിൽ നേരത്തെ എഴുതി വെച്ചതുപോലെ ഈ പറയുന്ന പിയും 1 മൈനസ് പിയും സൈഡിൽ എഴുതി വെച്ചാൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ്. കാരണം ഈ പി 1 മൈനസ് പി ആണ് ഇനി അടുത്തതിലെല്ലാത്തിലും നമ്മൾ എടുത്ത് നോക്കുന്നത്. യു ഡി നമ്മൾ അടുത്തതിൽ ഇനി ഒന്നും എടുക്കുന്നില്ല. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട നേരത്തെ പറഞ്ഞ ആ ഇക്വേഷനിലുള്ളത് നോക്കാം. ഈ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട വാല്യൂസ് എല്ലാം കിട്ടി. അപ്പോൾ എക്സ്പെക്റ്റഡ് ഓപ്ഷൻ വാല്യൂ ഈസ് ഈക്വൽ ടു ഓപ്ഷൻ വാല്യൂ അറ്റ് N4 ഇൻറ്റു പി ആണ്. അപ്പോൾ ഓപ്ഷൻ വാല്യൂ അറ്റ് N4 നമുക്ക് ഓൾറെഡി അറിയാം, വിച്ച് ഇസ് 12.70. ഇനി ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഓപ്ഷൻ വാല്യൂ അറ്റ് N4 എന്ന് പറയുന്നത് 12.70, അത് ആവശ്യം വരും. ഓപ്ഷൻ വാല്യൂ അറ്റ് N5 എന്ന് പറയുന്നത് നമുക്കിവിടെ ഓൾറെഡി അറിയാവുന്ന ഈ വാല്യൂസ് ആട്ടോ. സോ ഓപ്ഷൻ വാല്യൂ N4 12.70 നമ്മുടെ ആ മാക്സ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ 12.7 എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കുക N5ൻ്റെ ആണ്. ആ N5ൻ്റെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 0. ഈ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പെക്റ്റഡ് EOV എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു OV അറ്റ് N4 ഇൻറ്റു പി പ്ലസ് OV അറ്റ് N5 ഇൻറ്റു 1 മൈനസ് പി ആണ് വരിക. ഇതിലെ OV അറ്റ് N4 എന്ന് പറയുന്നത് 12.70 ആണ്. പിയുടെ വാല്യൂ നമ്മൾ തൊട്ട് മുൻപ് കണ്ടുപിടിച്ചു 0.5268 ആണെന്ന്. അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. പ്ലസ് N5ൻ്റെ വാല്യൂ 0 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, 1 മൈനസ് പി തന്നെ എഴുതിയാൽ മതി. വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് എഴുതിയേക്കാം 1.4732. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അവിടെ 0 ആണ് വരിക. അപ്പോൾ ഇതാണ് നമ്മൾ ഡിറ്റർമൈൻ ഫാക്ടർ. അപ്പോൾ 12.70 ഇൻറ്റു 0.5268 എന്ന് പറയുന്നത് യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 6.69036. ഇത് നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് ആക്കിയിട്ട് 6.69 നമുക്ക് എഴുതാം. അപ്പോൾ നമുക്കത് കിട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതാണ് എക്സ്പെക്റ്റഡ് ഓപ്ഷൻ വാല്യൂ എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റഡ് ഓപ്ഷൻ വാല്യൂ മാത്രമല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ എക്സ്പെക്റ്റഡ് ഓപ്ഷൻ വാല്യൂവിൻ്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? എക്സ്പെക്റ്റഡ് വാല്യൂവിൻ്റെ പ്രസൻറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൊണ്ടുവരാം. പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കേണ്ട നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ചേക്കുന്ന സംഭവമല്ലേ. സോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദിസ് EOV എന്ന് വരുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ ഏത് നോഡിൻ്റെ ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് മുകളിൽ എഴുതാവുന്നതാണ് കേട്ടോ. നമ്മൾ ആക്ച്വലി ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് N2 എന്നുള്ള നോഡാണ്. അത് വേണമെങ്കിൽ എഴുതി വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും. PVയുടേത് ഓഫ് EOV ഇവിടെ എന്ന് പറയുന്നത് EOV ഇൻറ്റു e⁻−RT ആണ്. ദാറ്റ് ഈസ് 6.69 ഇൻറ്റു e⁻0.10 ഇൻറ്റു 1/12. അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ
we will get 6.69 into e raised to minus 0.0083. അപ്പോൾ ആർക്ക് തല കൈ വയ്ക്കണ്ട, ഈ പറയുന്ന സാധനം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ ഇനിയിപ്പോൾ ഇൻ്റർപ്ലേറ്റ് ഒക്കെ ചെയ്ത് കണ്ടുപിടിക്കണ്ടേ എന്നൊരു ചിന്ത ഉണ്ടാവും. പക്ഷെ അങ്ങനെയില്ല. കാരണം നമുക്ക് ഈ വാല്യൂ ഓൾറെഡി അറിയാം. ഇ റേസ് ടു മൈനസ് 0.0083യെ 1/e റേസ് ടു 0.0083 എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഡിനോമിനേറ്ററിലുണ്ടോ ഈ മൈനസ് വരുന്നത്. ഈ വാല്യൂ നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന് മുൻപ് തൊട്ട് മുൻപ് ഇൻ്റർപ്ലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചൊരു വാല്യൂ ഇല്ലേ, ഈ 0.083യുടെ വാല്യൂ. ആ 0.083യുടെ വാല്യൂ നമ്മൾ 1.0084 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6.69 ഇൻറ്റു 1/1.0084. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 6.63. അഥവാ ഓപ്ഷൻ വാല്യൂ അറ്റ് N2 എന്ന് പറയുന്നത് ഈ 6.63 എന്നുള്ള വാല്യൂ ആണ്. അത് നേരെ എടുത്ത് നമുക്ക് ഇവിടെ എഴുതാവുന്നതാണ്. 6.63 ആണ് ഇവിടെ കണ്ടുപിടിച്ചേക്കുന്നത്. ഇതേ പരിപാടി തന്നെ ഇനി N3 കണ്ടുപിടിക്കാം. N5 N6 വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഒരു മെച്ചം എന്താ വെച്ചാൽ ഈ N5ലെ N6ൻ്റെ വാല്യൂ 0 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ പറയുന്ന വാല്യൂ ഇവിടെ 0 ആയതുപോലെ ഇവിടെയും 0 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു പ്രോബ്ലം എക്സാമിനേറ്റ് രക്ഷപ്പെട്ടു, മൊത്തം ചെയ്യേണ്ട. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ OV അറ്റ് N3 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. സിൻസ് OV അറ്റ് N5 ആൻഡ് N6 ആർ 0 എന്നൊന്ന് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് OV അറ്റ് N1 ആണ്. സോ OV അല്ലെങ്കിൽ ഓപ്ഷൻ വാല്യൂ അറ്റ് N1 എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് N2 N3യിൽ നിന്നാണ്. ഇതേ പരിപാടി, വേറെ ഒരു വ്യത്യാസവും ഇല്ല. നമുക്ക് ഓൾറെഡി പിയും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചേക്കുന്നുണ്ട്. ഈ ഇക്വേഷനിൽ ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇറ്റ് ഗോസ് ലൈക്ക് ദിസ്. ആദ്യം നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. എക്സ്പെക്റ്റഡ് ഓപ്ഷൻ വാല്യൂ കണ്ടുപിടിക്കുക, പക്ഷെ അത് ഭാവിയിലുള്ളതാണ്. അതിനെ നമ്മൾ പ്രസൻറ്റിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ, അപ്പോൾ EOV എന്ന് പറയുന്നത് is equal to ഓപ്ഷൻ വാല്യൂ അറ്റ് N2 ഇൻറ്റു P. N2 ആണ് അപ്പർ, ഡൗൺ ആണ് N3, പ്ലസ് ഓപ്ഷൻ വാല്യൂ അറ്റ് N3 ഇൻറ്റു 1 മൈനസ് P. ഇതിൽ is equal to ഓപ്ഷൻ വാല്യൂ അറ്റ് N2 നമുക്ക് കിട്ടിയിട്ടുണ്ട് 130.86 ഇൻറ്റു P എന്നുള്ള വാല്യൂ നമ്മളത് മുൻപ് കണ്ടുപിടിച്ചേക്കുന്നതാണ്, വിച്ച് ഇസ് 0.5268. ഈ വാല്യൂ ആണ് പിയുടെ ഇത്. ഇതാണ് നമ്മുടെ 1 മൈനസ് P എന്നുള്ള വാല്യൂ വരുന്നത്. ഇനി ഇതിൻ്റെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയും. സോറി കേട്ടോ, ഞാൻ നേരത്തെ എഴുതിയപ്പോൾ ഇവിടെ 1 മൈനസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി 1 മൈനസ് എന്നുള്ളൊരു സാധനം എഴുതണ്ട. നമ്മൾ ഓൾറെഡി കുറച്ച് ഇത് കിട്ടിയേക്കുന്ന വാല്യൂ കേട്ടോ ഇത്. അപ്പോൾ 1 മൈനസ് ചെയ്യേണ്ട. 1 മൈനസ് 5268 ആണ് ശരിക്കും ഈ 4732. അപ്പോൾ ജസ്റ്റ് 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. 1 മൈനസ് ചെയ്യേണ്ട കേട്ടോ, മൈ മിസ്റ്റേക്ക്. 5268 ചെയ്യുക. പ്ലസ് N3യിലെ വാല്യൂ 110.04 ഇൻറ്റു ഈ 4.732 എന്നുള്ള വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുക, അത് ആഡ് ചെയ്യുക. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 3.49 എന്നുള്ള വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. സോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദാറ്റ് EOV അറ്റ് N1 എന്ന് പറയുന്നത് EOV ഓഫ് N1 എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇൻറ്റു E റേസ് ടു മൈനസ് RT ആണ്, വിച്ച് ഇസ് 3.49 ഇൻറ്റു അത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ, ഞാൻ പിന്നെയും ഈ പറയുന്ന E റേസ് ടു ഒന്നും ഞാൻ സോൾവ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ വിൽ ഗെറ്റ് ദി ആൻസേഴ്സ് 9917 എന്നുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടും. ഈ 9917 എന്നുള്ള വാല്യൂ ആണ് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ
e-. ഈ 9917 എന്നുള്ള വാല്യൂ നമ്മൾ ഓൾറെഡി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നതാണ്, ഞാൻ ഒന്നും കൂടി ഓർപ്പിക്കുന്നു. e⁻RT എന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഇത് സോൾവ് ചെയ്യുമല്ലോ, ഇത് സോൾവ് ചെയ്യുമ്പോൾ ഈ സെയിം e⁻RT ആണ്. ഇതിൻ്റെ നമ്മളിവിടെ സ്കിപ്പ് ചെയ്തിട്ട് 1/10084 ഞാൻ അവിടെ സ്കിപ്പ് ചെയ്തത് ആക്ച്വലി 6.69 ഇൻറ്റു ഈ 9917 എന്നുള്ള വാല്യൂ തന്നെ 0.9917 എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ അത് പിന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. അപ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 3.46. അത്രേ ഉള്ളൂ. ആ 3.46 ഇവിടെ നമ്മൾ എഴുതി വയ്ക്കും. 3.46 ഇതാണ് നമ്മുടെ ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിങ് മോഡലിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. ഇനി ഇതിൻ്റെ വേരിയേഷൻസ് വരും. ഇതിൻ്റെ തന്നെ പുട്ട് ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പുട്ട് ഓപ്ഷൻ്റെ ഇത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നില്ല. ഇതിലാകെ പുട്ട് ഓപ്ഷൻ എന്നുള്ളൊരു സാധനം വരുമ്പോൾ വ്യത്യാസം വരുന്നത് ഇതിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം. ഓപ്ഷൻ വാല്യൂ നമ്മൾ ഫൈനൽ നോട്ട്സിൽ കണ്ടുപിടിക്കുമ്പോൾ മാക്സ് ഓഫ് SN - K എന്നുള്ളതിന് പകരം K - SN എന്ന് വരും. ആ ഒരൊറ്റ വ്യത്യാസമുള്ളൂ പുട്ട് ഓപ്ഷൻ വരുമ്പോൾ.